വയനാട് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലാണുള്ളത്. UDF സ്ഥാനാർത്ഥി ടി സിദ്ദിഖൊപ്പമുണ്ട്. വിജയ പ്രതീക്ഷതയെക്കുറിച്ച്, വയനാടിൻ്റെ പൊതു രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ഇത്തവണ വൻ ഭൂരിപക്ഷത്തിന് UDF ഇവിടെ കൽപ്പറ്റയിൽ ജയിക്കും എന്നുള്ളതാണ് അവരുടെ കൃത്യമായിട്ടുള്ള റെസ്പോൺസ് വെക്കാറ്. അത് സ്റ്റേറ്റിൽ UDFൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള സിഗ്നലുണ്ട്. ഇപ്പോൾ പല ചാനൽസിൻ്റെ സർവേ റിപ്പോർട്ട് അമ്പലപ്പുഴ ഉൾപ്പെടെ ഒരു വലിയതായിരിക്കുന്ന മാറ്റമാണ്. 10 വർഷത്തെ ഇടതുപക്ഷ ഭരണം, ആ ഇടതുപക്ഷ ഭരണത്തിൻ്റെ പരാജയം. ഓരോ സാധനത്തിൻ്റെ വില വർദ്ധിച്ചു, ബിൽഡിംഗ് ടാക്സ് കൂട്ടി, ലേബർ സെസ്, ഭീകരമായ ലേബർ സെസ്സാണ് ഒരു വീടുണ്ടാക്കുമ്പോൾ. രജിസ്ട്രേഷൻ ഫീ കൂട്ടി, ബസ് ചാർജ് കൂട്ടി, വൈദ്യുതി ചാർജ് കൂട്ടി, ഓട്ടോ ടാക്സി ചാർജ് കൂട്ടി, ഭൂമിയുടെ ഫെയർ വാല്യൂ കൂട്ടി. ഇനി എന്താ കൂട്ടാനുള്ളത്? ഇങ്ങനെ ജനങ്ങളെ ലൂട്ട് ചെയ്ത ഒരു സർക്കാർ വേറെ ഇല്ല. അതുകൊണ്ട് ജനത്തിന് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നിന്ന് മോചിതമാകാൻ ജനം ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് കോൺഗ്രസ് ഒരു 5 ഇയർ ഗ്യാരണ്ടി കൂടെ മുമ്പോട്ട് വെച്ചു. ആ 5 ഇയർ ഗ്യാരണ്ടി ജനത്തിന് ഏറെ ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്ന ഒന്നായി മാറും. ഈ ടൗൺഷിപ്പ് ഉദ്ഘാടന വേളയിൽ ഒരു കുക്കിവിളിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ടെന്നറിയാം. അതിനെങ്ങനെ ഈ ജനവിധി? ഒന്ന് ചിലയിടങ്ങളിൽ ചില കാര്യം ചെയ്യാൻ പറ്റും, ചിലയിടങ്ങളിൽ ചില കാര്യം ചെയ്യരുത്. ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നിങ്ങൾ മനസ്സിലായോ? ടൗൺഷിപ്പ് അത് ഒരു അതിജീവനത്തിൻ്റെ ഏരിയ, ഒരു അതിജീവനത്തിൻ്റെ സ്ഥലമാണ്. ആ സ്ഥലം ഒരു സാധാരണ സ്ഥലമല്ല. ഒരു കുഴിമാടം എടുത്ത് 4-5 പാക്കറ്റുകൾ ഒന്നിച്ചു വെച്ച് അടക്കം ചെയ്ത് ആളുകളോട് അവിടെ അവസാനം അച്ഛൻ്റെ, അമ്മയുടെ, മകൻ്റെ, മക്കളുടെയൊക്കെ ബോഡിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ അതിൻ്റെ മേലെ പോയി പൊട്ടിക്കരഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ്. അവിടെ കൂയി വിളിക്കാനുള്ള സ്ഥലമല്ല, അവിടെ ചേർത്ത് നിർത്താനും സ്നേഹം പങ്കുവെക്കാനുള്ള സ്ഥലം. അത് ഇവർക്കറിയില്ല. കൂകി വിളിക്കുമ്പോൾ ഒരൊറ്റ വാക്ക് മുഖ്യമന്ത്രി പറഞ്ഞാൽ, മന്ത്രിമാർ പറഞ്ഞാൽ അവിടെ നിൽക്കും. അതിനവർ തുനിഞ്ഞില്ല, അവരവിടെ ആസ്വദിക്കുകയായിരുന്നു. പക്ഷേ ദുരന്തബാധിതരായിട്ടുള്ള കമ്മ്യൂണിറ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രതികരണം അവിടെ നടത്തി. ആ പ്രതികരണം ചെറുതല്ല. അവർ വികാരപരമായിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ട് എന്നോട് കരഞ്ഞിട്ടുണ്ട്, ഞങ്ങളല്ല എന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ.